ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഇടക്ക് വന്ന് പ്രശ്നം പട്ടിയുള്ള പരിപാടിയുണ്ട്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ ഇതുങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. പോണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ടാ ചായ ഒന്നിനെ 1 രൂപ മാത്രം. ഭക്ഷണപ്രിയരെ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ രുചികരം. അതേടാ. അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത മറന്നുകൂടാ. നമുക്ക് ആ തള്ളയുടെ കട കൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഈ ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്ത. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്. വേണ്ടാതിനും പറഞ്ഞ അടിച്ചതിന്റെ കണ്ണ് ഞാൻ എന്റെ കണ്ണ് കളതള്ള. തെണ്ടിപ്പട്ടി നിന്റെ ഇതൊക്കെ കെട്ടിയാടി. രണ്ടുപേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കില്ല. പള്ളേരാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളടി. ആറുവാനിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ. 280 ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ചു കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി. ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണി തീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ കുപ്പ അഴിക്കാൻ അഴിക്കരുത്. പദ്ധതി നടപ്പിലായ തരാവടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ. എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ്. പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു. പ്രേംനസീറിന് പോലും. ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? കാണാം. ഓ ശരി. ലക്ഷ്മി, ഇപ്പോഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ അതിനെന്താ. ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ. എന്നാ കാണാട്ടോ.
ആണെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റെസ്റ്റ്. ഇനി കുറച്ചു നേരത്തേക്ക് വെളുത്തത്. ചുവച്ചിരി ബാരി സുവരാജ് പുരരി. Before we close, here is the news summary. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers hurt in riot and terrorist acts. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ. And in cricket, India meets West Indies. രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞു വരിക. ഏയ് അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. AC റൂമിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ മുഷിയൊന്നുമില്ല. ഫെർണാണ്ടസിന് അറിയാഞ്ഞിട്ടാ. ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. You know, manager always seeks my help and assistance for everything. I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and what not. I don't simply get time to attend the customers at the ticketing counter. Oof, a boring mechanical life. I'm fed up. ഷീല, എന്റെ അച്ഛൻ, സോറി ഡാഡി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. Fernandez. ഷീല, യു നോ, cigarette smoking is injurious to health. Oh, you're too naughty. Okay, nothing official about it. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പുറത്തെ പെണ്ണ. താൻ അടുത്തുള്ളപ്പോ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദ സ്റ്റിയറിംഗ്. 92 മോഡലാ, ഒറിജിനൽ കേരള. 180 ഒരു പൈസ കുറയില്ല. ഒരു മിനിറ്റ്, സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയോ? പല പ്രാവശ്യമായി നീ ഇത് ആവർത്തിക്കുന്നു. എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, അത് ഓർമ്മ വേണം. പോയി ചായ മേടിച്ചോണ്ട് പാടോ. ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും. വേണ്ടല്ലേ? ഹലോ, ഈ ആധാരെഴുത്തരം വാസുള്ളയുടെ വീടേതാ? വാസുള്ള മരിച്ചുപോയല്ലോ. അയ്യോ, ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ. അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ? വണ്ടി നിർത്ത്. താനല്ലേ പറഞ്ഞു വാസുള്ള മരിച്ചുപോയെന്ന്? താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ? ഓ, ശരി. Fernandez? 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 അയ്യോ Fernandez, ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല, എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ എന്നാ. വിനായകനേ വിനതീപവനേ ഉമാപതിയേ ഗുരുവേ ശരണം. ഇതെന്തുട്ടി? ഇതിലും കൂടുതൽ പറ്റേണ്ടതാ. ഗുരുവേ ശരണം. നിർത്ത് നിർത്ത് നിർത്ത്. ഓ, എന്താ ഇത്? ബ്രേക്ക് കുറവാസം. എന്നാ ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത എവിടാ? താത്ത പറഞ്ഞു എന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ, റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. അയ്യോ, പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല. ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്? തരകിമണത്ത സമയത്ത്